Welcome to Business Icons. On this episode, it is Mr. Sunil Kumar, MD, Heart, Soul and the Torchbearer of Asset Homes. നമുക്ക് തുടക്കത്തിൽ നിന്ന് തുടങ്ങാം. എപ്പോഴും പറയാം സ്റ്റാർട്ട് ഫ്രം ദി സ്റ്റാർട്ട് എന്ന് പറഞ്ഞ പോലെ 7 years ആയിട്ടാണ് ആസറ്റ് ഹോംസ് എന്ന് പറയുന്നത് ഒരു ബ്രാൻഡായ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ അറിയപ്പെടുന്നത്. പക്ഷെ അതിനു മുന്നേ ഒരു 14 വർഷമായി സർ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പം ഓൾ ടുഗെദർ അബൌട്ട് 21 years എക്സ്പീരിയൻസ് ഇൻ ദിസ് ഫീൽഡ്. കുഡ് യു ടെൽ us about how did you start and the whole growth and Asset Homes എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലോട്ട് വന്നെത്തുന്ന ഒരു കഥ എന്ന് പറഞ്ഞു തരുമോ? യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ സിവിൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കുന്ന 1991 തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞത്. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് എറണാകുളത്തേക്ക് അന്ന് വരുമ്പോൾ യഥാർത്ഥത്തിൽ അന്ന് എറണാകുളത്തൊരു ജോലി സാധ്യത എന്ന് പറയുന്നത് കേരളത്തിൽ എറണാകുളത്ത് മാത്രമാണ് സിവിൽ എഞ്ചിനീയറിംഗ് കഴിയുന്ന ആൾക്കാർക്ക്. എനിക്ക് തോന്നുന്നു എറണാകുളത്ത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ശേഷം 2 വർഷത്തെ പ്രവൃത്തി പരിചയവും 3-ാമത്തെ വർഷത്തെ ഒരു നിർമ്മാണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആ കാലഘട്ടമായിരിക്കാം സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹം മനസ്സിൽ തോന്നിച്ചത്. അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാനും എൻ്റെ എൻജിനീയറിംഗ് കോളേജിലെ ഒരു സഹപ്രവർത്തനയോട് ചേർന്നിട്ട് ഒരു സ്ഥാപനം തുടങ്ങാനുള്ള ആഗ്രഹത്തിൽ എറണാകുളത്ത് ചില നിർമ്മാണ കരാറുകളും ചെറിയ വീടുകളിലെ കോൺട്രാക്റ്റും എല്ലാം എടുത്തു തുടങ്ങിയത്. അത് 93 അവസാനം 94 ആദ്യ കാലഘട്ടത്തിലാണ്. അത് കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്തപ്പോഴാണ് അപ്പാർട്ട്മെൻറ്റുകളോടുള്ള എറണാകുളത്ത് ജനങ്ങളുടെ ഒരു പ്രണയം അല്ലെങ്കിൽ ആഗ്രഹമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി തുടങ്ങിയത്. അപ്പോഴാണ് സ്വന്തമായിട്ടൊരു അപ്പാർട്ട്മെൻറ്റുകൾ നിർമ്മിച്ച് നൽകുന്ന കമ്പനി ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിൽ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനുള്ള ശ്രമം നടത്തി. ആ ഒരു താല്പര്യത്തിൻ്റെ ഫലമായിട്ട് ഏകദേശം ഒരു 14 വർഷം കൊണ്ട് ഏകദേശം 14 പ്രോജക്റ്റുകൾ എറണാകുളത്ത് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. അതൊന്നും അസറ്റ് ഹോംസ് എന്നുള്ള പേരിലായിരുന്നില്ല. അതിനുശേഷമാണ് പക്ഷേ ഒരു ബ്രാൻഡിങ്ങിൻ്റെ ആവശ്യത്തെക്കുറിച്ചും ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള ചില വിഷൻസും ഒക്കെ ഉള്ള ഒരു സ്ഥാപനത്തിൽ നിന്നാവണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ആ ഒരു മനസ്സിലാക്കലിലൂടെയാണ് അത്തരമൊരു സ്ഥാപനം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതായത് ഒരു സ്ഥാപനം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നൊരു ആഗ്രഹം മനസ്സിൽ വരികയും അതിൻ്റെ ഭാഗമായിട്ടാണ് അസറ്റ് ഹോംസ് എന്നുള്ളൊരു സ്ഥാപനം സ്ഥാപിക്കാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ അസറ്റ് ഹോംസ് ഉള്ള സ്ഥാപനം സ്ഥാപിക്കാൻ തീരുമാനിച്ചാൽ വ്യക്തമായിട്ടുള്ളൊരു ഉദ്ദേശ ലക്ഷ്യം ഉണ്ടായിരുന്നത് നിർമ്മാണ രംഗത്ത് വളരെ മികവുറ്റ അല്ലെങ്കിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാൽവയ്പ്പുകൾ നടത്താൻ പറ്റിയ വളരെ വിഷനോട് കൂടിയിട്ടുള്ളൊരു സ്ഥാപനം ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പേര് തന്നെ സെലക്ട് ചെയ്തത്. കാരണം ഓരോ രൂപ ഓരോ വ്യക്തിയും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും അത് അവൻ്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആസറ്റായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഈ രംഗത്തേക്ക് പറഞ്ഞത്. അപ്പോൾ 2006 എന്ന് പറയുന്ന കാലം യഥാർത്ഥത്തിൽ എറണാകുളത്ത് റിയൽ എസ്റ്റേറ്റ് മേഖല ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ പ്രോജക്റ്റുകളിലെല്ലാം സാങ്ഷൻസും എല്ലാം ലഭിച്ച് പ്രോജക്റ്റ് മാർക്കറ്റിലേക്ക് നമ്മൾ പ്രഖ്യാപിച്ചപ്പോൾ അതോടൊപ്പം തന്നെ റിസഷൻ കൂട്ടായിട്ട് വരിക. റിസഷനിലാണ് ശരിക്കും അസറ്റ് ഹോംസ് പിറവിയെടുക്കുന്നത്. 7 വർഷം മുന്നേ അസറ്റ് ഹോംസ് ലോഞ്ച് ചെയ്യുമ്പോൾ റിസഷന്റെ നടുവിലാണ് അത് ലോഞ്ച് ചെയ്യുന്നത്. റിസഷൻ തുടക്കമാണ്. റിസഷൻ തുടങ്ങുന്നതും അസറ്റ് ഹോംസ് തുടങ്ങുന്നതും യാത്ര ഒരുമിച്ചായിരുന്നു. എല്ലാവർക്കും എന്ത് തരം ഇൻവെസ്റ്റ്മെന്റ്സും ചെയ്യാൻ ഭയമുള്ള ഒരു സമയമാണ് 2007. പക്ഷേ റിസഷൻ എന്ന് പറയുന്നത് ഇത്ര ഒരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷമാണെന്നുള്ളത് ആ യാത്രയിലെ പക്ഷേ നമുക്ക് മനസ്സിലായുള്ളൂ. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ആ കപ്പലിൽ ഉള്ളവർക്കാണ് അത് അനുഭവിക്കാൻ പറ്റുക. പുറത്തുള്ളവർക്ക് ഒരു യാത്ര പോയി തിരിച്ചു വരുന്ന ആൾക്കാരെ പോലെ തോന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു ചൂടും അതിൻ്റെ ഒരു ഭയങ്കര ഒരു സിറ്റുവേഷനൊക്കെ റിയലായിട്ട് ഫേസ് ചെയ്ത് എനിക്ക് തോന്നുന്നു അസറ്റ് ഹോംസിന് വളരെ ഉൾക്കരുത്ത് ഈ സംഭവമാണ്. കാരണം എങ്ങനെയാണ് അത് ടാക്കിൾ ചെയ്തത്? ആ ഒരു സമയത്ത് ലോഞ്ച് ചെയ്യുന്ന ഏതായിരുന്നു ഫസ്റ്റ് പ്രോജക്റ്റ്? യഥാർത്ഥത്തിൽ ഞങ്ങൾ 8 പ്രോജക്റ്റുകൾ ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ പക്ഷേ നമ്മുടെ ഒരു മാർക്കറ്റ് നോളജ് വെച്ചിട്ട് എറണാകുളത്തിന് അല്ലെങ്കിൽ ഇവിടുത്തെ കസ്റ്റമേഴ്സിന് ആവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കി ആ ഒരു റേഞ്ച് തന്നെ വെച്ചിട്ടാണ് നമ്മൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് 500 സ്ക്വയർ ഫീറ്റിൻ്റെ സിംഗിൾ ബെഡ്റൂം ഫ്ലാറ്റുകളും 1000 സ്ക്വയർ ഫീറ്റിൻ്റെ 2 ബെഡ്റൂം ഫ്ലാറ്റും 1300 1400 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ് പ്ലസ് സ്റ്റഡി യൂണിറ്റുകളും 1800 2000 സ്ക്വയർ ഫീറ്റിൻ്റെ
ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള 3 ബെഡ്റൂം ഫ്ലാറ്റ് 2200 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന 4 ബെഡ്റൂം ഇതിനൊരു റേഞ്ചായിട്ടാണ് അസറ്റ് ഹോംസ് സ്റ്റാർട്ട് ചെയ്തത്. 500 ഫ്ലാറ്റുകളാണ് നമ്മൾ ഒറ്റയടിക്ക് ലോഞ്ച് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചത്. 2007 ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്തായിരുന്നു വെച്ചാൽ ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ നമുക്ക് വന്നില്ല. ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റിൽ മാത്രം സെർവ് ചെയ്യുന്നൊരു ബിൽഡറാണെന്നുള്ളൊരു ബ്രാൻഡ് ടാഗ് അസറ്റ് ഹോംസിന് വന്നില്ല. എല്ലാ റേഞ്ചിലുള്ള പ്രൊഡക്റ്റുകളും ലഭിക്കുന്ന, പല ലൊക്കേഷനിലുള്ള പ്രോഡക്റ്റ് ലഭിക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് അസറ്റ് ഹോംസിനൊക്കെ വരുന്നത്. അപ്പോൾ ഒരു റിസപ്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പർട്ടിക്കുലർ കസ്റ്റമർ നമ്മുടെ അടുത്ത് വരുമ്പോൾ അദ്ദേഹത്തിന് പർട്ടിക്കുലർ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ബഡ്ജറ്റിലുള്ള പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തോട് നോ എന്ന് പറയേണ്ട അവസ്ഥയാണ് പല ബിൽഡേഴ്സിനുണ്ടായിരുന്നത്. വേറെ അസറ്റ് ഹോംസിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന കസ്റ്റമർക്ക് സ്യൂട്ടാവുന്ന ഏതെങ്കിലും ഒരു പ്രോജക്റ്റ്, ഇപ്പോൾ എനിക്ക് വേണ്ടത് കലൂരാണെന്നൊരു കസ്റ്റമർ ആവശ്യപ്പെടുകയാണെങ്കിൽ കലൂർ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും എടപ്പള്ളിയിലെങ്കിലും കൊടുക്കാൻ പറ്റും. അതായത് നോർത്തേൺ സൈഡിലേക്ക് വേണ്ടവർക്ക് നോർത്തേൺ സൈഡിലേക്ക്, സദേൺ സൈഡിലേക്ക് വേണ്ടവർക്ക് സദേൺ സൈഡിലേക്ക്, സൗത്തിലേക്ക് മാറിയിട്ടും. അതുപോലെ ഒരു പർട്ടിക്കുലർ റേഞ്ചിൻ്റെ എൻ്റെ ബഡ്ജറ്റ് 60 lakhs ആണ്, 60 lakhs പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, അയ്യോ ഞങ്ങളുടെ ഒരു 60 lakhs പ്രൊഡക്റ്റ് ഇല്ല എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റും പ്രൈസും വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റും ലൊക്കേഷൻസും ഉണ്ടായിരുന്നതാണ് എനിക്ക് തോന്നുന്നു. ആ സമയത്ത് ആൾക്കാർ വളരെ ചൂസ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സ് വരുമ്പോൾ പോലും ഞങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ വിട്ടുകളയേണ്ട ആവശ്യം വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഒരു മാർക്കറ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് റേഞ്ച് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. So probably our vastness of your product range is what helped you survive. അതാണ് ശരിക്കും, അതായത് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിലെ ഒരു വലിയ മികവ് യഥാർത്ഥത്തിൽ റിസഷനെ കടന്നു പോകുന്നതിന് അസറ്റ് ഹോംസിനെ ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട്. റിസഷൻ മുൻകൂട്ടി കണ്ടുകൊണ്ടല്ല പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്തെങ്കിൽ പോലും ആ പ്രൊഡക്റ്റുകളുടെ റേഞ്ചുകളിലുണ്ടായിരുന്ന വ്യത്യസ്തത അസറ്റ് ഹോംസിൻ്റെ നിലനിൽപ്പിനെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഒരു കാര്യം. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അസറ്റ് ഹോംസ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇന്ന് നിലവിലുള്ള ബിൽഡേഴ്സിനിടയിൽ കൺസ്ട്രക്ഷൻ സ്വന്തമായിട്ട് ചെയ്യുന്ന ഏക കമ്പനിയാണ് എൻ്റെ അറിവിൽ. മൂന്നാമത്തെ ഫാക്ടറാണ് ക്വാളിറ്റി. കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ക്വാളിറ്റി. വേറെ അത് അച്ചീവ് ചെയ്യാനായിട്ട് ടൈമും കോസ്റ്റും ബലി കഴിച്ചുകൊണ്ട് പലപ്പോഴും ബിൽഡേഴ്സ് തയ്യാറാവാതെ വരുമ്പോൾ ഈ ക്വാളിറ്റിയിൽ പ്രോബ്ലം വരും. പക്ഷേ ക്വാളിറ്റിയാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ സർവ് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു പണ്ട് മുതലുള്ളൊരു ബോധം നമ്മളിലുള്ളതുകൊണ്ട് അതിൽ കോംപ്രമൈസ് ചെയ്യാൻ നമ്മൾ തയ്യാറായിരുന്നില്ല. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സ് ടൈം, കോസ്റ്റ് ആൻഡ് ക്വാളിറ്റി കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് തന്നെയാണ് അസറ്റ് ഹോംസിൻ്റെ പ്രൊഡക്റ്റുകൾ നമ്മൾ ഡെലിവറി ചെയ്തത്. അങ്ങനെ വന്നപ്പോൾ ഉണ്ടായ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ 3 കാര്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്യാവുന്ന വാല്യൂ ഫോർ മണി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ലഭിക്കുന്ന ഒരു ബ്രാൻഡാണ് അസറ്റ് ഹോംസ് എന്നുള്ളൊരു ധാരണ അല്ലെങ്കിൽ ആ ഒരു വസ്തുത ആൾക്കാരുടെ ഇടയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിച്ചു. അടുത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്, എല്ലാ കമ്പനികളുടെയും നിലനിൽപ്പിൻ്റെ തന്നെ ഒരു ആവശ്യമാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അസറ്റ് ഹോംസിൻ്റെ ക്യാമ്പയിൻസ് അപ്പം ആദ്യം എനിക്ക് തോന്നുന്നു ഏറ്റവും നമ്മളൊക്കെ ശ്രദ്ധിച്ചത് സെലിബ്രേറ്റിംഗ് റിലേഷൻഷിപ്സ് എന്ന് പറയുന്നൊരു ടാഗ് ലൈൻ സ്പെസിഫൈ ചെയ്തുകൊണ്ടാണ് എല്ലാ ക്യാമ്പയിൻസും ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഒരു എന്താ പറയുക, അത് വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു ടാഗ് ലൈൻ. ബിക്കോസ് നമ്മൾ മലയാളികൾ എപ്പോഴും ബന്ധങ്ങളെ വളരെ ഹൃദയത്തോടടുത്ത് സൂക്ഷിക്കുന്ന ഒരു പറ്റം ആൾക്കാരാണ് നമ്മൾ. അപ്പം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ആൻഡ് അത് പിന്നെ ബൈപ്പാസ് ചെയ്ത് വി കെയിം ടു എ ക്യാമ്പയിൻ വെയർ യു സേ യുവർ റെസ്പോൺസിബിൾ ബിൽഡേഴ്സ്. അപ്പം ഇങ്ങനെ ഉള്ള എന്താ പറയുക ആ ഒരു ഫസ്റ്റ്, അതായത് സെലിബ്രേറ്റിംഗ് റിലേഷൻഷിപ്സ് എന്നുള്ള ക്യാമ്പയിനും പിന്നെ ആ ജേർണി ആൻഡ് ദെൻ ഇൻ ടു റെസ്പോൺസിബിൾ ബിൽഡേഴ്സ്. അപ്പം അങ്ങനെയൊക്കെ ചൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു നിങ്ങളുടെ ഒരു ക്യാമ്പയിൻ സിസ്റ്റം എങ്ങനെയാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ ഒരു വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞില്ലേ, അതേ ഒരു അപ്രോച്ച് തന്നെയാണ് ബ്രാൻഡ് മാനേജ്മെൻറ്റിലും അസറ്റ് ഹോംസ് ആദ്യം മുതൽ ശ്രദ്ധിക്കുക. നമ്മളൊരു ബ്രാൻഡിൻ്റെ ക്യാരക്ടർ റിഫ്ലക്റ്റ് ചെയ്യുന്ന ടാഗ് ലൈൻസ് ചൂസ് ചെയ്യാനാണ് അസറ്റ് ഹോംസ് എപ്പോഴും ശ്രമിച്ചത്. സെലിബ്രേറ്റിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കും അസറ്റ് ഹോംസിൻ്റെ രണ്ടാമത്തെ ബ്രാൻഡ് ക്യാമ്പയിനാണ്. ആദ്യത്തെ ബ്രാൻഡ് ക്യാമ്പയിൻ നോട്ട് ജസ്റ്റ് ഹോംസ് റിലേഷൻഷിപ്സ് 2 എന്നായിരുന്നു. അന്ന് നമ്മൾ ശ്രമിച്ചത് ശരിക്കും യഥാർത്ഥത്തിൽ വീടുകൾ വിൽക്കൽ മാത്രമല്ല ബന്ധങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത്. അതിൻ്റെ ഒരു ആക്സെപ്റ്റൻസ് വന്നു കഴിഞ്ഞപ്പോഴാണ് ബന്ധങ്ങൾ വരുന്നത്. പിന്നെ ബന്ധങ്ങളുടെ സെലിബ്രേഷനാണ്. അതാണ് സെലിബ്രേറ്റിംഗ് റിലേഷൻഷിപ്സ് എന്നുള്ള ടാഗിലേക്ക് പോകാൻ കാരണം. ഈ ഫസ്റ്റ് അസറ്റ് ഹോംസ് ലോഞ്ച് ചെയ്ത പ്രോജക്റ്റുകളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റുകളെ തന്നെ പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു കാറ്റഗറി ആയിരുന്നു ക്ലോസ് റിലേഷൻ ഗ്രൂപ്പ് ഹോംസ്, CRG ഹോംസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മൾ മാർക്കറ്റിൽ കൊടുത്തു. അതായത് ഒരേപോലെയുള്ള സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള പ്രൊഡക്റ്റ്.
ലൈക്ക് ഫെഡറൽ ഗാർഡൻസ് ഇൻ ആലുവ എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അതപ്പോൾ ഒരു ബാങ്കിങ് സെഗ്മെൻറ്റിലുള്ള ആൾക്കാർ ഞങ്ങൾ അതേപോലെ ഒരു ചെറിയ പ്രോജക്റ്റ് ഒരു 21 യൂണിറ്റ്സിൻ്റെ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ വൈറ്റിലിൽ ചെയ്യുമ്പോൾ അതിൽ 21 പേരും ബാങ്ക് എംപ്ലോയീസ് ആയിരുന്നു. അപ്പോൾ ഒരു അവരുടെ എല്ലാവരുടെ ഒരു ഇൻകം ലെവൽ, അവരുടെ എല്ലാവരുടെ ആസ്പിറേഷൻ ലെവൽ, അവരുടെ എല്ലാവരുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അവരുടെ എല്ലാവരുടെ ലൈഫ് സ്റ്റൈല്, അവരുപയോഗിക്കുന്ന കാറുകളുടെ രീതി, അവരുപയോഗിക്കുന്ന ഡ്രസ്സുകളുടെ രീതി, ഇതിനെല്ലാം ഒരു ചെറിയൊരു എവിടെയെങ്കിലുമൊക്കെ അത് യോജിക്കുന്നുണ്ടാവും. അപ്പോൾ അവർ താമസിക്കുന്ന ഫ്ലാറ്റ് അവർക്കെല്ലാവർക്കും റിക്വയർഡ് ആയിട്ടുള്ള, ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് എല്ലാവർക്കും കൂടെ റിക്വയർഡ് ആയിട്ടുള്ള ഒരു കോമൺ ഫെസിലിറ്റി നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തതായിരിക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഷട്ടിൽ കോഡ് കൊടുത്തപ്പോഴോ അല്ലെങ്കിൽ എന്താ പറയുക കോമൺ ക്ലബ് റൂം കൊടുത്തപ്പോഴോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അസോസിയേഷൻ മീറ്റിങ്ങിൽ അവർ ഞങ്ങൾക്ക് ആവശ്യം ഒരു ലൈബ്രറി ആണെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ശരിക്കും അതിനകത്തൊരു യൂണിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ക്ലോസ് റിലേഷൻ ഗ്രൂപ്പ് ഹോംസിൻ്റെ ഒരു കോൺസെപ്റ്റ് ഞങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുവന്നു. അതിനകത്ത് അത്തരമൊരു ബന്ധങ്ങളുടെ ഒരു ആഹ്ലാദത്തിലാണ് സെക്കൻഡ് ഫേസ് ഓഫ് ക്യാമ്പയിൻ ഞങ്ങൾ സെലിബ്രേറ്റിംഗ് റിലേഷൻഷിപ്സ് കൊണ്ടുവന്നത്. ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുന്ന സമയം മുതൽ ആ പർട്ടിക്കുലർ സ്ഥലത്ത് ആ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത മുതൽ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് നിലനിൽക്കുന്ന സ്ഥലത്തെ ലാൻഡിൻ്റെ ലീഗൽ ക്വാളിറ്റി മുതൽ അത് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആ പ്രൊഡക്റ്റിനകത്ത് താമസിക്കാൻ വരുന്ന ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള ജലത്തിൻ്റെ ലഭ്യത, അത് ഉപയോഗത്തിന് ശേഷം പുറത്തേക്ക് വിടുന്നതിനുള്ള സൗകര്യങ്ങൾ കുറേയധികം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അനുഭവത്തിൽ നിന്ന് പഠിച്ചാണ് കേട്ടോ. കാരണം ഇതെല്ലാം 100% പെർഫെക്റ്റ് ആയിട്ടല്ല അസറ്റ് ഹോംസ് ഈ ജേണിയിലെത്തിയത്. ഞങ്ങൾക്കും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ തെറ്റുകൾ മനസ്സിലാക്കാനും ആ തെറ്റുകൾ തിരുത്താനുമായിട്ടുള്ളൊരു ആർജവം പല സ്ഥലത്തും നമ്മൾ കാണിക്കാനുള്ള ധൈര്യം വന്നപ്പോൾ അവിടെയാണ് നമുക്കൊരു റെസ്പോൺസിബിൾ ആവേണ്ട ഉത്തരവാദിത്തത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ആവശ്യകതയെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലായത്. ആ ആവശ്യകത ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സെലിബ്രേഷനിൽ നിന്ന് മാറിയിട്ട് we will be responsible to the community, we will be responsible to the society, we will be responsible to the stakeholders, we will be responsible to our clients എന്നുള്ളൊരു ധൈര്യമായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കാനായിട്ട് അസറ്റ് ഹോംസിനെ പ്രേരിപ്പിച്ചത്. എല്ലാം തന്നെ അഡ്ഹർ ചെയ്യണതിൻ്റെ ആവശ്യകത പറ്റിയിട്ടെല്ലാം റെസ്പോൺസിബിൾ ആയിരിക്കുക എന്നൊരു തത്വം ഞങ്ങളിലും ഞങ്ങളുടെ ഉത്തരവാദപ്പെട്ട സ്റ്റാഫിലും ഉത്ബോധിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് റെസ്പോൺസിബിൾ ബിൽഡർ എന്നുള്ള ടാഗ്ലൈൻ അസറ്റ് ഹോം സെലക്ട് ചെയ്യാൻ കാരണം. അപ്പം 7 വർഷത്തിൽ 34 പ്രോജക്റ്റ്, ദാറ്റ്സ് ലൈക്ക് ക്വൈറ്റ് എ നമ്പർ. ഇപ്പോൾ കാലിക്കറ്റിലും കൊല്ലത്തിലും പുതിയ പ്രോജക്ട്സ് വരുന്നു എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്, ടു ബി മോർ സ്പെസിഫിക്, പുതിയ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? അസറ്റ് ഹോംസിൻ്റെ 7 വർഷം പൂർത്തീകരിക്കുമ്പോൾ കേരളത്തിലെ 7 നഗരങ്ങളിൽ അസറ്റ് ഹോംസിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ആ 7 നഗരങ്ങളിലും ഓരോ പുതിയ പ്രോജക്റ്റുകൾ ഈ അവസരത്തിൽ പലപ്പോഴും എല്ലാവരും ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോഴോ ആവശ്യമുണ്ടോ, ഇപ്പോഴത്തെ മാർക്കറ്റിൽ അങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളോട് പ്രോജക്റ്റ് ചെയ്യുമെന്ന് ആവശ്യപ്പെടുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോഴും നമ്മളോടുണ്ട്. നമ്മുടെ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ഉണ്ട്, അവരുടെ റെഫറൻസുകളുണ്ട്. അപ്പോൾ വാട്ട് വി തോട്ട് ഈസ് ഏറ്റവും നല്ലൊരു ട്രിബ്യൂട്ട്, അതായത് നമ്മളോട് ഏറ്റവും നന്നായിട്ട് ഞങ്ങളെ വളർത്തിയ, ഞങ്ങളോട് ആത്മാർത്ഥമായിട്ട് സഹകരിച്ച കേരളത്തിലെ ഈ 5 നഗരങ്ങളിലെ ജനതകൾക്കുമുള്ള ഏറ്റവും നല്ലൊരു സമ്മാനമാണ് 2 നഗരങ്ങളിലേക്കുള്ള വളർച്ചയും 7 നഗരങ്ങളിൽ ഓരോ പുതിയ പ്രോജക്റ്റും നൽകുക എന്നുള്ളത്. അപ്പോൾ ഈ 7 പ്രോജക്റ്റുകൾ ഞങ്ങളിപ്പോൾ ഈ ഒക്ടോബർ മാസം 31-ാം തീയതി ലോഞ്ച് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഈ 7 പ്രോജക്റ്റുകളിലുമായിട്ട് 700 അപ്പാർട്ട്മെൻറ്റുകളാണ് അസറ്റ് ഹോംസ് മുന്നോട്ടേക്ക് വയ്ക്കുന്നത്. ഏകദേശം 10 ലക്ഷം സ്ക്വയർ ഫീറ്റോളം വരുന്ന കൺസ്ട്രക്ഷൻ ഏരിയ വരുന്ന പ്രോജക്റ്റുകളാണ് ഇവയെല്ലാം. കണ്ണൂർ പുതിയ പ്രോജക്റ്റ് വരുന്നുണ്ട്. കോഴിക്കോട് പന്നിയങ്കര വെസ്റ്റ് കല്ലായിൽ അസറ്റ് ഹോംസിൻ്റെ പുതിയ പ്രോജക്റ്റ് വരുന്നുണ്ട്. തൃശ്ശൂർ വിയ്യൂർ ആണ് പുതിയ പ്രോജക്റ്റ് വരുന്നത്. എറണാകുളത്ത് ജവഹർ നഗറാണ് പുതിയ പ്രോജക്റ്റിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം. കോട്ടയത്ത് ദേവലോകം, കൊല്ലത്ത് കടപ്പാക്കട, ട്രിവാൻഡ്രത്ത് വട്ടിയൂർക്കാവ്. ഇത്രയും പ്രോജക്റ്റുകളാണ് 7 പ്രോജക്റ്റായിട്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ 7 പ്രോജക്റ്റിലും ഇപ്പോൾ പുതിയൊരു കോൺസെപ്റ്റ് എന്നുള്ളത്, ഈ റെസ്പോൺസിബിൾ ബിൽഡർ എന്നുള്ളതിൻ്റെ ഒരു അഡീഷണൽ സ്റ്റെപ്പ് അടുത്തൊരു സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ മുന്നോട്ടേക്ക് വയ്ക്കുന്ന ആശയം ഏറ്റവും കൃത്യമായിട്ടുള്ള ഫങ്ഷണൽ പ്രൊജക്റ്റുകളായിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ വളരെ 100% കേരളത്തിൽ നിലനിൽക്കുന്ന നിയമങ്ങളോട് അഡ്ഹറൻസ് പാലിക്കുന്ന പ്രോജക്റ്റായിരിക്കുക. നിയമങ്ങൾക്കപ്പുറം അവിടെ താമസിക്കുന്ന വ്യക്തികളുടെ ആവശ്യകതകൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു കാർ പാർക്കിംഗ് സ്ലോട്ട് പറയുന്നു, ഗവൺമെൻറ് നിയമം അനുസരിച്ചിട്ട് പർട്ടിക്കുലർ സൈസ് പറയുന്നുണ്ടാവും. ആ ഒരു പർട്ടിക്കുലർ സൈസിനേക്കാളും 10 സെൻറ്റിമീറ്റർ കൂടിയെന്ന് വെച്ചിട്ടുണ്ട് ആരും അത് മോശമെന്ന് പറയുന്നില്ല. ചിലപ്പോൾ പക്ഷേ അതിനേക്കാളും 10-15 സെൻറ്റിമീറ്റർ കൂടുതലുള്ളൊരു സ്ലോട്ടായിരിക്കും കുറച്ചുകൂടി ഫങ്ഷണലാവുക. അപ്പോൾ അതിനിപ്പോൾ ഞങ്ങളിപ്പോൾ തീരുമാനിച്ചു, അതായത് നമ്മുടെ ബേസ്മെൻറ്റ് ഫ്ലോറുകളിൽ കൂടുതൽ